നമസ്കാരം. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു കിംവദന്തി സിദ്ധാന്തം പങ്കുവച്ച് കൈകൊട്ടി ചിരിച്ചത്. അല്പനേരത്തേക്കെങ്കിലും അമേരിക്കക്കാർ പരിഭ്രാന്തിയിലായി. പിന്നീടാണ് മനസ്സിലായത് അത് ട്രംപിന്റെ ഒരു തമാശ നാടകമായിരുന്നു, ഒരു വരട്ട് സിദ്ധാന്തമായിരുന്നു. ഇപ്പോഴോ ഇടുപ്പല്ല് തകർന്നത്രേ. രണ്ടിടുപ്പല്ലും മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആരുടെ? ഡൊണാൾഡ് ട്രംപിന്റെ. എന്നിട്ട് മഹാന്തയ്ക്ക് ഒരു കുറവുമില്ല. ട്രംപിന്റെ നാവിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും കട്ടിക്കുമെന്ന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ആ സംസാരം കേട്ടാൽ അറിയാം. ഇടുപ്പ് കൊണ്ടല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകകാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ US പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. 79 വയസ്സുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഗുരുതരമായ ചലനശേഷി പ്രശ്നങ്ങൾ നേരിടുന്നതെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹം ഇരട്ട ഇടുപ്പലുകൾ മാറ്റിവെക്കുന്ന സർജറിക്ക് ഉടൻ തന്നെ വിധേയനാകേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മാധ്യമ റിപ്പോർട്ട് അങ്ങനെയാണ്. ട്രംപിന് മുട്ടുകാൽ തട്ടൽ, നോക്ക് നീ എന്ന അവസ്ഥ ഉള്ളതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ടിടുപ്പലിലും ഒരേ സമയം ഇതിന് സർജറി വേണ്ടിവരും. ട്രംപിന്റെ ശാരീരികമായ ക്ഷമതയിൽ ഇപ്പോൾ ആശങ്കാജനകമായ ചില ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായി ചില സ്രോതസ്സുകൾ ഉദ്ധരിച്ച് റഡാർ എന്ന ഓൺലൈനാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ അതിനുള്ള ധൈര്യം വന്നിരിക്കുന്നത്. എന്തായാലും തന്റെ മാറയിലാഗോ റിസോർട്ടിലെ ഗോൾഫ് കാട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ട്രംപ് ഏന്തി വലിഞ്ഞും ഉന്തി മുന്തിയും ഒക്കെ നടക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പക്ഷേ മാധ്യമങ്ങളെ കണ്ടിട്ട് അവിടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള ട്രംപിന്റെ ചില പൊടിക്കൈ എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല, ട്രംപിന്റെ നോക്നി സിദ്ധാന്തമാണ് തന്റെ ഇടുപ്പലിനെ ബാധിച്ചത്, തന്റെ കാലുകളെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ കിങ്കരന്മാരും ഇത് കേട്ട് ആശങ്കാകുലരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ട്രംപിന്റെ ആരോഗ്യാവസ്ഥ ഔദ്യോഗികമായി വൈറ്റ് ഹൗസ് പുറത്തുവിട്ടാൽ 1000 ആരോഗ്യ സൗഖ്യങ്ങൾ നേരാൻ എക്സിൽ ഒരു സന്ദേശം തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ആർക്കാണ് എപ്പോൾ എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ട്രംപിന്റെ രണ്ടാമത്തെ പതിവ് വാർഷിക പരിശോധനയിൽ അമേരിക്കയിൽ നിർബന്ധമാണ്. അദ്ദേഹത്തിന് അസാധാരണമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ വർഷം ആദ്യം കാലുകളിൽ നേരിയ വീക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ട്രംപിന്റെ നാഡികളിൽ രക്ത ഓട്ടത്തിന്റെ കുറവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പൊതുവായ പരിശോധനയിൽ ട്രംപിന് മികച്ച ആരോഗ്യമാണ്, ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിയുടെ ആരോഗ്യമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസ് ഫിസിഷ്യൻ ക്യാപ്റ്റൻ ഷോൺ ബാർബബെല്ല പറയുന്നത്. എന്തായാലും സന്ധിവാതം, ഇടുപ്പ് വേദന, ചലിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കുറിച്ച് പ്രസിഡന്റ് ഏറ്റവും അടുപ്പമുള്ളവരിൽ ആശങ്ക കടുക്കുകയാണ്. പരസ്യമായി പറയുന്നതിലും കൂടുതൽ വേദന ട്രംപ് സഹിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് കടിച്ചമർത്തിയാണ് ഇസ്രായേൽ പാർലമെന്റിൽ പോയത്. ഈജിപ്തിൽ ചെന്ന് അവിടുത്തെ ഹമാസ് ഇസ്രായേൽ സമാധാന കരാർ ഒപ്പിട്ടത്. ഇതൊക്കെ ട്രംപ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളായി അദ്ദേഹത്തിന്റെ ഇടുപ്പുകളും കാൽമുട്ടുകളും നല്ല രീതിയിൽ അസ്വസ്ഥനാക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. രണ്ടിടുപ്പലുകളിലും ഈ സർജറി വേണ്ടിവരും. എങ്കിൽ മാത്രമേ ചലനശേഷി വീണ്ടെടുക്കാനാകൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഒരുപക്ഷെ പൊതുസ്ഥലത്ത് ദുർബലനെ കാണപ്പെടുന്നത് ട്രംപിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തു പറയാൻ ഒട്ടും ആഗ്രഹിക്കാത്തതും. പക്ഷേ തന്റെ മുൻഗാമി ജോ ബൈഡൻ, തന്റെ എതിരാളികൾ ഇവരൊക്കെ തട്ടിപ്പോയെന്നോ, ഇവർക്കൊക്കെ ക്യാൻസർ ആണെന്നോ, ഇവരൊക്കെ തീരാ വ്യാധി ബാധിച്ച് കിടക്കുകയാണെന്നോ ഒക്കെ തട്ടിവിടാൻ ട്രംപിന് ഒരു മടിയുമില്ല. ഇടുപ്പിന് ഏറെ ആയാസമുണ്ടാക്കും ഈ നോക്നി. പ്രായത്തിലും ഉയരത്തിലും ഇത്തരം ചില നീക്കങ്ങൾ വേഗത്തിലുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി. അതുകൊണ്ട് തന്നെ ട്രംപിന് ചലനശേഷി കുറവായിക്കൊണ്ടേയിരിക്കും. നാഡികളെ അത് ബാധിക്കും. എന്തായാലും ഇടുപ്പിൽ രണ്ടും മാറ്റിവെക്കുക അല്ലാതെ ഒരു ഇടുപ്പിൽ മാറ്റിവെച്ചിട്ട് കാര്യമില്ല. രണ്ടിടുപ്പിന്റെ എല്ലും മാറ്റിവെക്കാതെ ഇതിന് മറ്റു പരിഹാരമില്ലെന്നാണ് ഇപ്പോൾ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വൈറ്റ് ഹൗസും ആശങ്കാകുലരാണ്. ട്രംപ് ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച